ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നിന്ന് തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അവൻ 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് പറയുന്നത്. ആ വിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്ത് പേരെടുത്ത് പറയാത്ത ചിലരെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന ഭാഗമാണത്. അവിടെ തീയുടെ ബലം കെടുത്തി, ഈ വാളിന്റെ വായ്ക്ക് തെറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് ചില ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും അല്പം ശരിക്കും അതിന്റെ മാനുഷിക ലെവലിൽ നിൽക്കുന്നവരെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും അല്പം ബലഹീനത ഉള്ളവരാണ്, ബലഹീനരാണ്. അപ്പൊ ആ ബലഹീനതയ്ക്കകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയെ കുറിച്ചാണ് അതിനകത്ത് ശക്തിപ്പെടാൻ അവർക്ക് പറ്റിയത്. അവർ വിശ്വസിച്ച ദൈവത്തിൽ അവർ ട്രസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ എടുത്തു പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. ഈ ബലഹീനത ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഫിസിക്കൽ വീക്ക്നെസ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ഇന്ന് അതിന്റെ 2-ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ പോകുന്നു, മെന്റൽ വീക്ക്നെസ് എന്ന അതിലേക്ക്. മെന്റൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക, ആ വാക്ക് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് പോലെ മെന്റൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാനസികം എന്ന് പറയാം. മാനസിക വിടുതൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രാധാന്യതയോടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മനസ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഞാനിതിന് ഇവിടെ പല സമയങ്ങളിൽ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും അതായത് മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ലെവലിന് മേളിലുള്ള ഇതിനകത്തിലെല്ലാം ഒരു പാർട്ട് വരെ ഇതൊക്കെ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഒരു പാർട്ട് വരെ ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ അത് അതിർത്തി കടന്നാൽ അതിന്റെ എന്താ പറഞ്ഞ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപകടമാണ്. ആങ്സൈറ്റി നോർമലി ഇതെല്ലാം മനസ്സിന്റെ ഒരു ഭാഗം. ആങ്സൈറ്റി എല്ലാവർക്കും ആങ്സൈറ്റി ഉണ്ട് അല്ലേ? ആങ്സൈറ്റി ഇല്ലാത്ത മനുഷ്യരില്ല. പക്ഷെ ഈ ആങ്സൈറ്റി ഒരു പരിധി കഴിഞ്ഞു പോയെങ്കിൽ അതിന് എന്താ പറയുന്ന ഓവറായി ആങ്സൈറ്റി ഉള്ളവരെ കണ്ടാൽ നമുക്കറിയാം. അവർക്ക് അതൊരു പ്രശ്നമാണ്. അപ്പൊ ഈ ആങ്സൈറ്റി, ഡിപ്രഷന് തുടങ്ങി ഉള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മെഡിക്കലി നമുക്ക് ഇതിനകത്തിരിക്കുന്നവർക്കെല്ലാം മെഡിക്കലി ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്നവരാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ വെച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ അത്രയും നമുക്ക് തോന്നത്തില്ല. ഓരോരോ ലെവൽ കഴിയും തോറും ഒരു കുടുംബമായി അപ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ കാര്യങ്ങളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളായി, കൊച്ചുമക്കളായി, ഇതൊക്കെ ഓരോ സ്റ്റേജിലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ഒരു എന്താ പറഞ്ഞേ, ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതായത് ഗോഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ പരിധിക്ക് അപ്പുറത്തേക്ക് കയറിയാൽ നമുക്ക് ദൈവത്തിൽ നിന്നൊരു വിടുതൽ കിട്ടിയേ പറ്റും. ഈ എന്താ പറഞ്ഞ ടെൻഷനും ഈ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ചിലരുടെയൊക്കെ നെഞ്ചൊക്കെ പിടിപിടിപൂടാ അങ്ങനല്ലേ, ഹാർട്ട് ബീറ്റ് കൂടും ഇല്ലയോ? ഹാർട്ട് ബീറ്റ് കൂടും. എന്തുവാ നിങ്ങൾക്ക് പറയാമെന്നൊന്ന് പറഞ്ഞ്, ഹാർട്ട് ബീറ്റ് കൂടും. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. വേർക്കും, തളർച്ച തോന്നും. അപ്പൊ ഇങ്ങനെ
ഇങ്ങനെ പല കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ ഈ ഇതിനകത്തുള്ളപ്പോ നമുക്ക് ഉണ്ടാകുന്ന ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഉണ്ടാകുന്ന വിഷയങ്ങൾക്കകത്ത് മെഡിക്കലി ഒരുപാട് റെമഡികൾ പറയാറുണ്ട്. നമുക്കറിയാമല്ലോ. എന്തോ ഒരാൾക്ക് പെട്ടെന്ന് ഭയങ്കര എന്നാ പറഞ്ഞേ, ഹാർട്ട് ബീറ്റ് ഒക്കെ എന്താ ചെയ്യേണ്ടത്? ഉടനെ റിലാക്സ് ചെയ്യുക. എങ്ങനെ റിലാക്സ് ചെയ്യുന്നേ? ഡീപ് ബ്രീത്ത്. അതിന്റെ റേഷ്യോ പറയോ? പ്രൈസ് ഗോഡ്. 4:4:6. അറിയോ? 4 സെക്കൻഡ് എടുക്കണം, അകത്തോട്ട് ബ്രീത്ത് ചെയ്യാൻ. 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം, 6 സെക്കൻഡ് അത് പുറത്തോട്ട് വിടണം. അല്ലേ? പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പൊ നമ്മുടെ മെന്റൽ റിലാക്സേഷന് വേണ്ടി ഈ എന്നാ പറഞ്ഞ ബൈബിള് പറഞ്ഞ കാര്യമല്ല, മെഡിക്കലി പറയുന്ന കാര്യങ്ങളാണ് ഇത്. അതിനേക്കാൾ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന്റെ അടുത്തൊരു ലെവൽ പറയുന്നുണ്ട്. 1 2 3 4 5 അറിയോ? പ്രൈസ് ദി ലോർഡ്. നമ്മളവിടെ നിന്നുകൊണ്ട് 5 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ മുമ്പിൽ 5 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. 4 കാര്യങ്ങള് പ്രൈസ് ദി ലോർഡ് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യണം. മനസ്സിലായോ? 4 കാര്യങ്ങള് നമ്മള് എന്നാ പറഞ്ഞ അതിനെ പോയി ടച്ച് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അല്ല, 2 കാര്യങ്ങളാണ് ടച്ച് ചെയ്യണ്ടേ. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾ സ്മെല് ചെയ്യണം. 4 കാര്യങ്ങൾ അതിനകത്തുനിന്ന് പോയി കയ്യിലെടുത്ത് നോക്കണം. ആദ്യത്തേത് 5 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. 4 കാര്യങ്ങൾ പോയി കയ്യിലെടുക്കണം. 3 കാര്യങ്ങൾ നമ്മൾ സ്മെല് ചെയ്ത് നോക്കണം. 2 കാര്യങ്ങൾ അതിന്റെ സൗണ്ട് കേട്ട് നോക്കണം. 1 കാര്യം അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതൊക്കെ മെഡിക്കല് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് റിലാക്സ് ആയെന്ന് എനിക്ക് തോന്നുന്നല്ലേ? ശരി, ഇത്രയും കേട്ടപ്പോഴത്തേക്ക് പ്രൈസ് ഗോഡ്. ഒന്ന് ചിരിച്ചൊരു സമാധാനത്തോടെ ദൈവസന്നിധിയിലിരിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ നമ്മളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കാര്യം ഇവിടെ സംസാരിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം ഉറപ്പായിട്ട് പറയാനുണ്ട്. ഇതിനകത്തൊരു ഒരു മെന്റൽ ഒരു വീക്ക്നെസ് മാറി ഇന്നൊന്ന് ബലം പ്രാപിക്കുന്ന ദിവസമായി. ദൈവം അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും ചിലർ പറയും ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല പാസ്റ്ററെ. അയ്യോ, പ്രശ്നമില്ലെന്ന് ആരും പറയല്ലേ. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ടെൻഷനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ നമ്മള് അതിന്റെ വിഷയങ്ങളിലേക്ക് കയറുക. മനസ്സിന് ഉണ്ടാകുന്ന പ്രയാസ വിഷയത്തിലേക്ക് കയറുന്നത്. മനസ്സിനുണ്ടാകുന്ന പ്രയാസ വിഷയം. ഈ മനസ്സിനുണ്ടാകുന്ന പ്രയാസ വിഷയം ഞാനിപ്പോ ഈ ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് പോകുമ്പോ ഇത് ദൈവനോട് ഇടപെട്ടപ്പോ എനിക്കൊരു കാര്യം അറിയാം. ഇതിനകത്തുനിന്ന് ഒരു ഡെലിവറൻസ് നടക്കും. കാരണം ഈ വചനം നമ്മള് ഇവിടെ വിളിച്ചു പറയുമ്പോ വെറുതെ ദൈവം ഒരു വചനം ഏൽപ്പിക്കാറില്ല. ദൈവം ഏൽപ്പിച്ച വചനം അതതിന്റെ ക്രിയ ചെയ്യും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആ വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് വിടുവിക്കുന്ന ഒരു ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവവചനത്തെ കുറിച്ച് പറയുന്നത് എന്തുവാ? ഇബ്രായലേഖനം 4:12 എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ച് ദൈവവചനത്തെ കുറിച്ച്. മൂന്ന് മേഖലയും ഒരുപോലെ സ്പർശിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനം. പ്രാണനെ തൊടും, ആത്മാവിനെ തൊടും, സന്ധിപഞ്ചങ്ങളെ തൊടും, ഹൃദയത്തിന്റെ ചിന്തകളെ അത് വിവേചിക്കും. പ്രൈസ് ദി ലോർഡ്.
ഇതെങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കയറുന്ന ഒരു ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ 3 മേഖലയും ഇത് സ്പർശിക്കുന്നതാണ്. ഇത് വെറുതെ ഇങ്ങനെ സ്പർശിച്ചു പോവല്ല. ആ വചനം അതിന്റെ ക്രിയ ചെയ്യും. വചനത്തിൻ്റെതായിട്ടൊരു ശക്തിയുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷെ എപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഈ വചനമൊക്കെ കേൾക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്താലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കളയേണ്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ കളയില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. എന്റെ എന്താ പറഞ്ഞ കൊച്ചിലെ മുതലേ ഞാൻ ഈ മെസ്സേജുകൾ കേട്ട് ജീവിച്ച ഒരാളാണ്. പ്രസംഗങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രയർ നടക്കുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിങ്ങുകളിലെ പ്രസംഗങ്ങൾ കേൾക്കും. അന്നൊന്നും എല്ലാ കാര്യങ്ങളൊന്നും തല നിന്നില്ലെങ്കിൽ അവർ പറയുന്ന ചില കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഈ അന്നത്തെ ഉപദേശിമാരെല്ലാം ഈ കഥകൾ പറഞ്ഞാണ് ഈ വചനം ഇങ്ങനെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഈ ഭാഗം ചിന്തിച്ചു വന്നപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് അന്ന് കേട്ട ഒരു കഥ എന്റെ മനസ്സിൽ ഓടി വന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഒരു മനുഷ്യൻ്റെ ഒരു വീട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ആ വാടകക്കാരനെ അവിടുന്ന് ഒഴിപ്പിക്കണമായിരുന്നു. ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ട് ആ വാടകക്കാരൻ അവിടുന്ന് ഇറങ്ങി പോകത്തില്ല. അവസാനം അവർ തമ്മിലൊരു കോംപ്രമൈസ് വന്നപ്പോ വാടകക്കാരൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് മാറി തന്നേക്കാം, പക്ഷെ ഒറ്റ കാര്യം, എൻ്റെ ഒരു ആണി ഞാൻ ഇവിടെ അടിച്ചേക്കും. കണ്ടോ, കേട്ടിട്ടുള്ളവരുടെ ചിരി എനിക്കറിയാം, എത്ര പേര് അത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ആണി ഞാൻ ഈ ഭിത്തിയിൽ അടിച്ചേക്കും, അത് മാത്രമേ ഉള്ളൂ, അത് നീ അനുവദിച്ചാൽ ഞാൻ ഇവിടുന്ന് മാറി തന്നേക്കാം. അപ്പോ അങ്ങനെ അനുവദിച്ചു കൊടുത്തു. പ്രൈസ് ഗോഡ്. വാടകക്കാരൻ മാറി, അവൻ ആണി അവിടെ നിൽപ്പുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉണ്ട് കഥകളൊരു പൊട്ട് നോക്കി വാടകക്കാരൻ അവിടെ നിൽക്കുന്നത്. ചോദിച്ചു, എന്നാ വന്നേ ചോദിച്ചു. എൻ്റെ ആണി കൊണ്ടുണ്ടോ നോക്കാൻ വന്ന. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസം വീണ്ടും അവൻ ആണി നോക്കാൻ വന്നു. അടുത്ത ദിവസം വന്നപ്പോ ഉണ്ടല്ലോ, അവൻ കുറച്ച് മീനും എല്ലാം കൂടെ കൊണ്ടുവന്ന് അത് തൂക്കിയിട്ടിച്ചു. ഇത് എൻ്റെ ആണിയില്ലേ ഇത്? പ്രൈസ് ഗോഡ്. നിനക്ക് മനസ്സിലായി ഞാൻ ഈ പറയുന്നതിനാ? ജസ്റ്റ് ഒരു സംഗതി മാത്രം നമ്മളവിടെ വെച്ചിരിക്കുവാണെങ്കിൽ അതിന്റെ അവകാശത്തിലേക്ക് പലതും അടുത്തു വരാൻ സാധ്യതയുണ്ട്. ആമേൻ. മാറ്റേണ്ടതിനെ മാറ്റാൻ, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാൻ നമ്മൾ പഠിച്ചേ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വിഷയത്തിലേക്ക് കയറുമ്പോ ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെ വിടുതലിനകത്ത് വേണ്ട 2-3 കാര്യങ്ങൾ നമ്മൾ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് പലപ്പോഴും പറ്റാത്ത കാര്യങ്ങൾ, എന്നാൽ അത്യാവശ്യം വചനം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ ദൈവസന്നിധിയിൽ വരുമ്പോ അവന് മറ്റൊരാളോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അവന്റെ യാഗവസ്തുവിനെ അവിടെ വെച്ചിട്ട് പോയി ആദ്യം അവനോട് വളരെ നിസ്സാരമായിട്ട് നമ്മൾ മറ്റു പലതിനും ഭയങ്കര വെയിറ്റ് കൊടുക്കും. പക്ഷെ ഇതിന് വലിയ താല്പര്യമൊന്നും കൊടുക്കത്തില്ല. കാരണം നമ്മുടെ ഈ അൺഫോർഗീവ്നെസ് നമ്മുടെ ഒരു പാർട്ടായിട്ട് നിൽക്കുക പലപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചില പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലത്തില്ലല്ലോ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും. അത് പറയാത്തതിന്റെ കാര്യം എന്താണെന്നറിയാവുന്ന, നമ്മൾ ക്ഷമിച്ചിട്ടില്ല. വചനം വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളുടെ പിഴകളെയും. സീരിയസ് പേടി കിട്ടിയോ? വേറൊരാള് നിന്നോട് എന്തെങ്കിലും ചെയ്ത ഒരു കാര്യത്തെ, നമ്മൾക്ക് ഒരാളോട് പിണങ്ങിയിരിക്കുവാണെങ്കിൽ ആ ആള് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് കൊണ്ടല്ലേ നമ്മൾ പിണങ്ങിയിരിക്കുന്നത്. സ്വത്രം ഇല്ലെന്ന് എനിക്കറിയാം, അല്ലെ? ഒരാൾ നമ്മളോട് എന്തെങ്കിലും, പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മൾ ഈ പുറത്തുള്ള കാര്യത്തിലേക്ക് പോകാൻ പറ്റട്ടെ. ഒരു എന്നാ പറയുക, കുടുംബത്തിനകത്തേക്ക് ഒന്ന് നിൽക്കണം. ഭാര്യ ഭർത്താവും കൂടെ പണങ്ങിന്റെ കാര്യം എന്നാ? നിസ്സാര വിഷയ പണങ്ങിന്റെ കാര്യം.
പക്ഷെ ഈ പിണങ്ങിയിട്ട് വന്നിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് അനുവാദം ഇല്ലെന്നേ. Praise God. Praise God. Hallelujah. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പോകുന്നത്. പക്ഷേ എന്നാ പറഞ്ഞ ഒത്തിരി, ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഈ മലയാളത്തിനകത്തിൽ ഒത്തിരി എന്നാ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളിലൂടെ ഒക്കെ പോകാതെ ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളിലൂടെ ഒക്കെ പോയാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ? എന്റെ പ്രസംഗത്തെ കുറിച്ചല്ല പറഞ്ഞേ, മലയാള ഭാഷയിൽ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞ ഞാനത് ചിന്തിച്ച ഒരു കാര്യമാണ്. സിമ്പിൾ ആയിട്ടാ പറയുന്നത്, വളരെ സിമ്പിൾ ആയിട്ടാ പറയുന്നത്. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു ഒരു 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 മീറ്റിംഗിൽ നിൽക്കുമ്പോ ഒരു 10-35 വയസ്സ് കാണും ഒരു ലേഡി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഞാൻ തലയിലോട്ട് കൈവച്ചിട്ട് ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, ഈ തിരുവത്താഴ് എടുക്കുന്നത് നീ തെറ്റിച്ച എടുക്കുന്നേ, അതുകൊണ്ടാണ് നിന്റെ വലിയ പ്രശ്നം വന്ന് കിടക്കുന്നത്. തിരുവത്താഴ് എടുക്കുന്നതിനകത്ത് എന്നാ കുഴപ്പം? ഞാൻ പറഞ്ഞു, ആരോടോ ക്ഷമിക്കാനുള്ളതായി, അത് ക്ഷമിക്കാതായി തിരുവത്താഴ് എടുക്കുന്നത്. വചനത്തെ വളരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഇത് നിമിത്തം പലരും ബലഹീനരും രോഗികളുമാകുന്നു. ഇതെല്ലാ ആഴ്ച കർത്തമേശയ്ക്ക് മുമ്പേ നമ്മൾ വിളിച്ചു പറയുന്നു. പക്ഷേ പ്രൈസ് ഗോഡ്. അപ്പോ പ്രൈസ് ദി ലോർഡ്, ഒരു കുഴപ്പവും ഇല്ലെന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ആത്മാവ് എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാ, അത് വിട്ടുകളയുമ്പോൾ നിന്റെ ഈ പ്രശ്നം തീരുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാനത് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു എന്ന് വിചാരിക്കാം. ഈ കാര്യം പറയുമ്പോ തൊട്ടു പുറകിൽ അമ്മ നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രണ്ടു പേർക്കും ആ പ്രശ്നത്തിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാ. ചോദിച്ചപ്പോ അവളെ കെട്ടിച്ചു വിട്ടതാ. അവിടെ അമ്മായിയമ്മ അവളുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അവിടുന്ന് അമ്മ പോയി വിളിച്ചോണ്ട് വന്ന് നിർത്തിയിരിക്കുക. സിമ്പിളാ അല്ലേ? വളരെ സിമ്പിൾ. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോ ഒരാളുമായിട്ട് പിണങ്ങിയിരുന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ അനുവാദം പറഞ്ഞിട്ടില്ല. ഒരാള് ദൈവത്തെ നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിന് കിട്ടേണ്ട ഒരു ഭയങ്കര വിടുതലായിരുന്നു. പ്രൈസ് ഗോഡ്. എന്ത് വിഷയമായിക്കോട്ടെ, ഏത് കാര്യമായിക്കോട്ടെ, ക്ഷമ എന്ന് പറയുന്നത് ദൈവവചനം അനുശാസിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുണ്ടായേ പറ്റൂ. ക്ഷമിക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് എത്ര, അതുകൊണ്ട് കൊരിന്ത്യലേഖനം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. സ്നേഹം ഇല്ലെങ്കിൽ, എനിക്കറിയാം ഇന്നത്തെ മെസ്സേജിന്റെ സ്വോത്രം ഒന്നും വരത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ ഇത് നിങ്ങളുടെ അകത്ത് കയറിയേ പറ്റുള്ളൂ. നമ്മൾ ക്ഷമിക്കാനുള്ളത് ക്ഷമിച്ചേ പറ്റൂ. അതാ വചനം പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞ, അല്ലാതെ ഒരു പ്രവാചകൻ പറഞ്ഞ കാര്യമല്ല. യേശു പറഞ്ഞിരിക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-14 വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിസ്സാര സംഗതികൾക്ക് പോലും പിണങ്ങിയിരിക്കുന്നവരുണ്ട്. നിസ്സാര കാര്യത്തിന് പോലും. ചിലരോട് സംസാരിക്കാൻ പറയും, ഓ കുഴപ്പമില്ല പാസ്റ്റർ, ഇത് 24 മണിക്കൂർ നേരത്തൊക്കെ ഉള്ളൂ. അവരുടെ സെറ്റപ്പാ അവരുടെ വീട്ടിലെ. എത്ര മണിക്കൂർ? 24 hours. എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യം, ഞാൻ ആരോട് പിണങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഞാനങ്ങ് മിടുക്കണമെന്ന് പറയാനല്ല ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കയ്യിലും ഒത്തിരി തെറ്റുകളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇവിടെ ദൈവസന്നിധി നിൽക്കുന്നതിന് മുമ്പ് ഞാൻ ഒരാളോട് അസ്വസ്ഥതപ്പെട്ടിട്ട് ഒരാളോട് മനസ്സുകൊണ്ട് പിണങ്ങിയിട്ട് ഞാൻ ഇവിടെ നിന്നാൽ, പ്രൈസ് ഗോഡ്,
ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് അത്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സൗഖ്യങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ആമേൻ. ക്ഷമിക്കുക എന്നുള്ള വിഷയം. പ്രൈസ് ഗോഡ്. വേറെ ഏറ്റവും ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എല്ലാ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫിയർ ഭയങ്കര കാര്യമല്ലേ, ഭയങ്കര പ്രശ്നമല്ലേ ഫിയർ. എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഫിയർ എവിടെയാ ഉണ്ടാവുന്നേ? ഫിയർ എവിടെ ഉണ്ടാവുന്നേ? മനസ്സിലാ ഉണ്ടാവുന്നേ. മനസ്സിലാ ഫിയർ വരുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറഞ്ഞ ശരീരം പോലും അതിനോട് റിയാക്ട് ചെയ്യും അല്ലേ? വലിയ മിടുക്കനായിട്ട് പല കാര്യങ്ങൾ പറയുന്ന അവൻ പലരുടെ അടുത്ത് സംസാരിച്ചു എന്നെ വൈകിട്ട് ഞാൻ തന്നെ കിടക്കത്തില്ല. ഇവിടെ പിന്നെ ഇവിടെ വന്നല്ല തന്നെ കിടന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരാൾ ഡ്യൂട്ടിക്ക് പോകും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നു. ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന സംഭവം കിടക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. യേശു സൗഖ്യം കൊടുക്കുന്നതിന് മുമ്പ് ഓരോരുത്തരുടെ ചെല്ലുമ്പോഴും പറയാം, വിശ്വസിക്കാം, ഭയപ്പെടരുത്. ശരിക്കും വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഭയത്തിന്റെ ഓപ്പോസിറ്റ് ശരിക്കും വിശ്വാസമാണ് ഞാൻ ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. ശരിക്കും മലയാളത്തിൽ നമ്മൾ നോക്കിയാൽ ധൈര്യം എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ആ ധൈര്യത്തിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് 3 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 ആമേൻ ഭയം, 2 ആമേൻ അൺഫോർഗീവ്നെസ്, 3 നമ്മുടെ പ്രത്യാശയില്ലായ്മ അല്ലെങ്കിൽ ഹോപ്പ് ഇല്ലായ്മ. ഏറ്റവും പ്രധാനമായിട്ട് ദൈവനോട് ഇടപെട്ട ഒരു കാര്യമാണ് ഈ ഹോപ്പ് ഇല്ല എന്ന കാര്യം. ഒരാൾക്ക് മുന്നോട്ട് പ്രതീക്ഷയില്ലാതെ വന്നാൽ എന്തോ ആകും? ഇരിക്കുന്നവരെല്ലാം ഇങ്ങനെ പഠിച്ചിരിക്കുക. ഞങ്ങൾക്ക് പ്രതീക്ഷകളൊന്നും കുഴപ്പമില്ല വസ്ത്ര, ഞങ്ങളെല്ലാം പ്രതീക്ഷയിലാണ്. നിങ്ങളുടെ കാര്യമല്ല. ഒരാൾക്ക് പ്രതീക്ഷയില്ലാതെ വന്നാൽ എന്തുവാ? എടാ മാസം 50 ലക്ഷം രൂപ വാങ്ങിച്ച ഡോക്ടർ കഴിഞ്ഞ ദിവസം പ്രൈസ് ഗോഡ് പൈസ അല്ലല്ലോ എന്റെ ബേസിക്. അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് അദ്ദേഹത്തിന്റെ ഹോപ്പ് നഷ്ടപ്പെട്ടു. ഇനി നാളെ എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു അർത്ഥമില്ല എന്ന് തോന്നിയപ്പോ ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയോ പറയുന്നവരുണ്ട് ഇനി ജീവിക്കണ്ട. നിങ്ങളിങ്ങനെ എന്നെ സൂക്ഷിച്ചു നോക്കണ്ട, ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇല്ലേ, എനിക്ക് ഈ ദൂത് വരത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യം. ജീവിക്കണ്ട എന്ന് നിന്റെ ഉള്ള് പറഞ്ഞു. ആമേൻ. ഞാൻ രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഇന്ന് രാവിലെ ആമേൻ, എന്നോട് ദൈവത്തിന്റെ ആത്മാ വളരെ ശക്തമായിട്ട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. ഈ 38 വർഷമായിട്ട് കൊളക്കര കിടന്നൊരുത്തനുണ്ട്. 38 കൊല്ലമായിട്ട് അവിടെ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് കുളം കലങ്ങും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാ ഞായറാഴ്ചയല്ല. മനസ്സിലാകുന്നോ? എല്ലാ ഞായറാഴ്ചയാണെങ്കിൽ ബാക്കി 6 ദിവസം അവന്റെ അല്ലേ, ബാക്കി 6 ദിവസം അവന്റെ കാര്യം നോക്കും അല്ലേ. ഞായറാഴ്ചകൾ മാത്രം. ഇവിടെ ദൈവം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ദൂതം വരിക എന്നുള്ള അവിടുത്തെ കണക്ക്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ വരും എന്ന് വിചാരിച്ച എല്ലാരും ഭയങ്കര പ്രതീക്ഷയാ. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു. നമ്മളൊക്കെ ആണെന്നെങ്കിൽ എപ്പോഴേ കളഞ്ഞു അല്ലേ. ഇവന് ഈ 38 ആണ്ട് ഇവിടെ കിടക്കാനുള്ള കാര്യം എന്നറിയാമോ? അവൻ സൗഖ്യമാവുന്നില്ല, ചായയില്ല. അവനിങ്ങനെ
പക്ഷെ ഈ വല്ലപ്പോഴും ഈ ദൂതനത് വരുന്ന കാണുന്നോണ്ടുണ്ടല്ലോ, നാളെയാന്നേലും എനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് അവന്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പിടി കിട്ടുന്നു? നാളെയാന്നേലും എനിക്കൊരു ചാൻസ് ഉണ്ട്. നാളെയാന്നേലും എനിക്ക് ആ ചാൻസ് ഇല്ലെന്ന് അവന്റെ മനസ്സിൽ വന്നിരുന്നെങ്കിൽ എപ്പോഴേ അവൻ ഈ പരിപാടിയെല്ലാം Praise God. Hallelujah. Praise to Jesus. Praise to Jesus. 38 ആണ്ട് കിടക്കുന്നവനെ വിളിച്ചിട്ട് ചോദിക്കാം, എന്നാ നിനക്ക് ഇവിടെ കിടക്കുന്ന ദശം? ഇന്ന് രാത്രിയാണോ നാളെ രാവിലെയാണോ കുളം കലങ്ങുന്നതെന്ന് അറിയില്ല. അപ്പൊ ഇടയ്ക്ക് വേറെ ബിസിനസ്സിന് പോമോ? ഇടയ്ക്ക് വേറെ ബിസിനസ്സിന് പോയാൽ ദൂതം വരുന്നവൻ അറിയത്തില്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, നമുക്ക് ഞായറാഴ്ചകളിൽ മാത്രം ഉള്ളതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ രാവിലെ ഇരുന്ന് ചിന്തിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. അന്ന് ഗൂഗിൾ ഇല്ലായിരുന്നു. ഗൂഗിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവനിരുന്ന് തപ്പി നോക്കിയായിരുന്നു ഈ ചർച്ചിൽ അല്ല, ഈ ചർച്ചല്ല, ഈ കുളമല്ലാതെ വേറെ കുളം ദൂതൻ ഇറങ്ങുന്നത്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. വേറെ കുളം ഉണ്ടോ? തമ്പുരാൻ അന്ന് ഒരു കുളമേ അന്ന് വെച്ചിട്ടുള്ളൂ. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാം? ഇന്നത്തെ പ്രശ്നം, ഇവിടെ ദൂതൻ ഇറങ്ങിയില്ലെങ്കിൽ വേറെ ദൂതൻ ഇറങ്ങുന്നത് ഗൂഗിളിനകത്ത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ആമേൻ, ആമേൻ. ഇവിടെ ഇപ്പൊ ഒത്തിരി കുളം ഉണ്ടല്ലോ ഇവിടെ. പ്രൈസ് ഗോഡ്. അപ്പൊ ഒരു കൂട്ടർ പരസ്യം ചെയ്യുക, ഇവിടെ ആഴ്ച 2 പ്രാവശ്യം ദൂതൻ ഇറങ്ങുന്നുണ്ട്. കൂടെ ഇല്ലേ ആഴ്ച? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനൊരിക്കൽ നാട്ടിൽ വെച്ച് ഒരു ഡെലിവറൻസ് നടക്കുന്ന ഒരു ചർച്ചിൽ പോകുന്ന ഒരാൾ, ഞാൻ ആ ചർച്ചിന്റെ പേരൊന്നും പറയുന്നില്ല, പോകുന്ന ഒരാൾ ഒരു 3-4 വർഷമായിട്ട് ആ ചർച്ചിൽ പോകുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് കടം മാറാനാണ് പോയത്. അവിടെ കടം മാറാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഈ 4-5 കൊല്ലമായിട്ട് പുള്ളിയുടെ കടം മാറിയില്ല. വലിയ 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 മീറ്റിങ്ങുകൾ നടക്കുന്ന. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് കടം മാറുന്നില്ല, എന്നാ പിന്നെ എന്തിനാ അവിടെ പോന്നേ? എന്റെ മാസ്റ്റർ ഇന്ന് ഇത് അവസാനത്തെ പോക്കാന്ന് പറഞ്ഞൊരു ഞായറാഴ്ച പോകും. അവിടെ ചെല്ലുമ്പോൾ കടം മാറി ഒരുത്തനെ ഒന്ന് സാക്ഷ്യം പറയാൻ കാണും. മനസ്സിലാന്നേ പറയുന്നത്? ഒരുത്തനെ സാക്ഷ്യം പറയാൻ കാണും. അപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടി, ഇന്ന് ഒരുത്തൻ ഇടിവിക്കപ്പെട്ടു, നാളെ ഞാനാണോ ലിസ്റ്റിലെന്ന് എനിക്കൊരു ഈ പ്രതീക്ഷ കൊണ്ട് അവനീ പോയിക്കൊണ്ടിരിക്കുന്നേ. മനസ്സിലാന്ന് ഞാൻ പറയുന്നേ? ഈ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നീ ഈ വചനം വായിക്കുകയും ഇതിനകത്ത് നീ കണ്ട ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്താൽ നിന്റെ പ്രതീക്ഷകൾ ഒരിക്കലും അസ്ഥാനത്താകത്തില്ല. ആമേൻ. വിടിവിക്കുന്ന ഒരുവൻ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അടുത്ത് വരും. പ്രൈസ് ഗോഡ്. യേശു വന്നിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോ. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഇത്രയും കാലം പിന്നെ എന്തൊന്നും അവനോട് കിടന്നേ? Praise God. Hallelujah. Praise the Lord. Praise the Lord. ദൈവത്തിന്റെ കൃപ. Praise God.
നോട്ട് ചെയ്തതാണ്. നോട്ട് ചെയ്തതാണ്. ആ പോയത് ആമേൻ. ഒരു ദൈവിക വിടുതലിന് വേണ്ടി ഇന്ന് പകൽ നാം ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ, ഒരു കാര്യമൊന്നും അല്ല, ഒത്തിരി കാര്യങ്ങൾ എന്റെ തലയിൽ കൂടെ ഓടുന്നുണ്ട്. എന്റെ മനസ്സെന്ന് പറയുമ്പോൾ എന്റെ ഹാർട്ട്, എന്റെ ബ്രെയിന് എല്ലാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇൻവോൾവ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാം എന്നോട് ചോദിക്കാറുണ്ട്, സാമിന്റെ കല്യാണം എന്താ? ഞാൻ പറഞ്ഞത് വരാനിരിക്കുന്നേ ഉള്ളൂ, അന്നേരം ആലോചിക്കാം. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ഇന്ന് അതിനേക്കാളിൽ കാര്യമായ വിഷയങ്ങൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല വിഷയങ്ങളുണ്ട്. പ്രാർത്ഥിക്കാൻ വിഷയങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. നാളെ മുതൽ 7 ദിവസം പ്രാർത്ഥന വെച്ചിരിക്കുക. എന്തിനാ പ്രാർത്ഥന വെച്ചിരിക്കുന്ന 7 ദിവസം? ആമേൻ. 7 ദിവസം പ്രാർത്ഥന വെച്ചിരിക്കുന്ന പാസ്റ്റർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു എന്താ പറഞ്ഞേ, പ്രാർത്ഥന നടത്തിയെന്ന് പുറത്ത് പേര് വരുത്താൻ വേണ്ടിയൊന്നുമല്ല. ഇവിടെ വിടുതൽ നടക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ആമേൻ. മാനുഷികമായി കണക്ക് കൂട്ടിയാലോ പറഞ്ഞാലോ ഒന്നും മനുഷ്യന് ക്രമീകരിക്കാൻ കഴിയാത്ത, ദൈവം മാത്രം ഇടപെട്ട് പറ്റൂ എന്നുള്ള വിഷയത്തിന് മുൻപാകെ ഇന്ന് പകലും നമ്മൾ നിൽക്കുമ്പോ ദൈവസന്നിധി നമുക്ക് ഈ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശക്തമായ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഇടപെടണം. ഒരു ദൈവിക പ്രവൃത്തിയോട് വെളിപ്പെടണം. പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ ചെയ്യണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ടു ജീസസ്. ആ ഒരു ദൈവപ്രവൃത്തി. ഞാൻ 7 ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായാലും തുടങ്ങിയോ? ആരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അതിന്റെ നടുവിൽ നമ്മൾ ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും പറയുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ദൈവം ഇടപെട്ട് ദൈവത്തിന്റെ വിടുതലുകൾ നമ്മുടെ വേണ്ട പല കാര്യങ്ങളുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്ന്? ഈ ബലഹീനത എല്ലാം വിവരിച്ച് പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ബലഹീനതയിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. നിന്നെ ബലഹീനമാക്കി വെച്ചേക്കുമെന്ന് പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നേ. ഞാൻ വിളിച്ചു പറയുന്നത്, എന്നെ ശക്തീകരിച്ചൊരു ദൈവമുണ്ട്, എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്, എന്നെ നടത്തിയൊരു ദൈവമുണ്ട്. ഇന്നലകളിൽ ഞാൻ കണ്ട ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ഇന്ന് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ഈ ദൈവത്തിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം നിനക്കൊണ്ട് തുറക്കും. പലരും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ ഇത് എനിക്ക് മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണല്ലോ, ഈ വിഷയത്തിനൊക്കെ അത് നിനക്ക് മാത്രം ഉണ്ടായ പ്രശ്നമല്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ പലരും ഉണ്ട്. ആമേൻ. പക്ഷെ ഒരു കാര്യം, മറ്റാരെയും നീ ട്രസ്റ്റ് ചെയ്യല്ലേ. നീ പിടിക്കേണ്ടത് ഒരാളെ മാത്രം. ആമേൻ. ഇതിനകത്ത് നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഇതിനകത്തിരിപ്പില്ല. നിന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല. നിന്നെ സഹായിക്കാൻ ഒരാൾക്കേ പറ്റൂ. മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. മനസ്സ് തകർന്നവരെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ ഇറങ്ങിയാലേ ഇന്ന് പകൽ നിന്റെ മേൽ വിടുതൽ ചലിക്കത്തുള്ളൂ. വിശ്വസിക്കാൻ നീ തയ്യാറാകണം. എന്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുമെന്ന്, എന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന്, ഈ ബലഹീനതയിൽ അവന്റെ ശക്തി തികഞ്ഞു വരുമെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നീ ഇന്ന് പകൽ ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഞാനീ പറയുമ്പോ എന്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒരാളെ കുറിച്ചല്ല പറയുന്നതിനിവിടെ. ഹോപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളല്ല, രണ്ടാളല്ല, അതിലധികം പേര് ഇതിനകത്തിരിപ്പുണ്ട്. ഇത്രയും പേരേ ഉള്ളൂ, 25 പേരെ ഇരിപ്പുള്ളൂ. ഇതിനകത്ത്
അവൻ 3 പേരെ ദൈവം എടുത്തു കാണിക്കുന്നു. 3 പേരെ. അവനകത്ത് ഹോപ്പ് നഷ്ടപ്പെട്ടു. എനിക്ക് കൈമാറ്റം ഞാൻ ഒന്നേ ഉള്ളൂ. ഒരാളെ ചൂണ്ടിത്തരാം. ഒരാളെ നിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടത്ത് അവസാനിക്കാതെ നിന്നെ കൊണ്ടുപോകുന്ന ഒരു ദൈവപ്രവൃത്തി, അത് ഒരിടത്തും വെളിപ്പെടത്തുള്ളൂ. ഈ പകൽ അത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ബലഹീനതയിൽ തികഞ്ഞു എന്നൊരു ശക്തി ഉണ്ടെന്ന്, നിന്നെ ബലപ്പെടുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന്, നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന്, നിന്നെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് ഈ പകൽ വിശ്വസിക്കാൻ കഴിയണം. ഇന്നലകളിൽ നീ കേട്ട ദൈവവചനം, ഇന്നലകളിൽ നീ കണ്ട ദൈവം, അയ്യോ എന്ന് പറയാൻ, ഈ വാക്ക് തന്നെ എന്നോട് ദൈവാത്മാവ് പറയുന്നത്, അയ്യോ എന്ന് പറയാനല്ല നിന്നെ ദൈവം കണ്ടിരിക്കുന്നത്. എന്തോ കാര്യം കണ്ടിട്ട് അയ്യോ പറയുക. നോ. ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ തയ്യാറാകുക. ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് പകൽ ഇതിനകത്ത് ഈ വചനം കേട്ടോണ്ടിരിക്കുന്നവരുടെ നടുവിൽ, ഇവിടെ മാത്രമല്ല സൂമിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നവരുടെ മേലും എന്നോട് ദൈവാത്മാവ് പറയുന്ന മാനസിക തലത്തിൽ ഒരു വിടുതൽ ഇന്ന് പകൽ നടക്കുമെന്ന്. ആരൊക്കെ വേണമോ അവരത് സ്വീകരിക്കണം. ഞാൻ പറയും എപ്പോഴും ഒരാളത് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ആളുടെ മേൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും. മറ്റു പലതും നിന്റെ ഉള്ളിൽ ചിന്തകൾ വന്നിട്ട് ഇതൊക്കെ മൂടിക്കളയത്തക്കവണ്ണം നിൽക്കുമ്പോ ഇന്ന് പകൽ വിശ്വസിക്കണം. ഇതെല്ലാം മാറ്റിയിട്ട് എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുകയാ. Praise to Jesus. Hallelujah. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. Praise the Lord. Hallelujah. ദൈവകൃപ ദൈവത്തിലേക്ക് നമുക്ക് നേപ്പിച്ചു കൊടുക്കാം പ്രിയമുള്ളവരെ. Hallelujah. Hallelujah. ഇന്ന് പകൽ ഹല്ലേലൂയ. ഇടയൻ രാജാവാകുമെന്ന് പറയുമ്പോ, യാക്കോബ് ഇസ്രായേൽ മാറുമെന്ന് പറയുമ്പോ, കഴിവില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റാൻ ഭയന്ന് നിൽക്കുകയാ യാക്കോബ്. ഭയന്ന് നിൽക്കുകയാ. എന്തുവാ ചെയ്യേണ്ടത് അറിയത്തില്ല. Praise God. ഏശാവ് എതിരിടാൻ വരുന്നുണ്ട്. ഭയന്ന് നിൽക്കുകയാ. പക്ഷെ യാബോക്കിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് ദൈവത്തോട് മല്ല് പിടിച്ചൊരുവനെ ഇസ്രായേലാക്കി മാറ്റാൻ ദൈവം അവന്റെ പേര് മാറ്റുമെങ്കിൽ, പല പേരുകളും നിന്റെ മേൽ വന്ന് കയറിയിരിക്കുമ്പോ ഇന്ന് പകൽ ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയുകയാ, ഈ ദൈവത്തിൽ നീ വിശ്വസിക്കാൻ ഇന്ന് പകൽ, ഈ വിഷയത്തിന് നടുവിൽ, പ്രശ്നത്തിന് നടുവിൽ വിശ്വസിക്കാൻ ഇന്ന് പകൽ തയ്യാറായാൽ നിന്റെ പേര് മാറ്റുന്ന നിന്നെ യഥാർത്ഥ നിന്റെ ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നടത്തുന്ന ഒരു പകലായി ഇന്നത്തെ പകൽ ഒരു തിരിവ് സ്വർഗത്തിന്റെ ദൈവം ചെയ്യുമെന്ന് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഊർജം തിരിച്ചു വരുന്ന പോലെ, എവിടെയോ നഷ്ടപ്പെട്ടു പോയ ശക്തി മടങ്ങി വരുന്നത് പോലെ ചിലതിന്മേൽ ഇന്ന് പകൽ അത് വ്യാപരിക്കുമെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുമ്പോ വിശ്വസിക്കാൻ തയ്യാറാക, ഏൽപ്പിച്ചു കൊടുക്ക. ഈ പകൽക്കാലം വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. കടകളടയ്ക്കാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. താൻ വാഴുകയാൽ ആകുലമില്ല. ആ പാട്ടിന്റെ ഒരു ശീലം പറഞ്ഞു. എന്റെ ദൈവം അവൾ വാഴ്ച, അവന്റെ വാഴ്ചയാ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആമേൻ. ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. Praise God. Jesus. Oh